നമസ്കാരം. സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് റംസാൻ പ്രമാണിച്ച് സപ്ലൈകോ ആവിഷ്കരിച്ച റംസാൻ നിലാവ് സ്പെഷ്യൽ കിറ്റുകളുടെ വിതരണം നിലവിൽ ഇപ്പോൾ ഊർജിതമായിട്ട് നടന്നു വരികയാണ്. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും സാധാരണക്കാർക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മാർച്ച് മാസം 20-ാം തീയതിക്ക് മുൻപായിട്ട് അർഹരായിട്ടുള്ള എല്ലാ കാർഡ് ഉടമകളും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റേഷൻ കടകൾ വഴിയും അതോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും ഒക്കെ തന്നെ ലഭ്യമാകുന്ന വിവിധങ്ങളായിട്ടുള്ള ഈ ആനുകൂല്യങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഈ സ്പെഷ്യൽ കിറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ആകർഷകമായിട്ടുള്ള വിലക്കുറവ് തന്നെയാണ്. പൊതുവിപണിയിൽ ഏകദേശം 1200 രൂപയിലധികം വിലമതിക്കുന്ന 15-ൽ പരം നിത്യോപയോഗ സാധനങ്ങൾ കേവലം 786 രൂപയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. അതായത് ഒരു കിറ്റ് വാങ്ങുന്നതിലൂടെ ഏകദേശം 400 രൂപയോളം ലാഭിക്കാൻ സാധിക്കുമെന്ന് സാരം. റംസാൻ കാലത്തെ പാചക ആവശ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശബരി ബ്രാൻഡിൻ്റെ അപ്പം പൊടി, പുട്ടുപൊടി, അതോടൊപ്പം തന്നെ 100 ഗ്രാം വീതം ചിക്കൻ മസാല, മീറ്റ് മസാല, പെരുംജീരകം, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടി എന്നിവയ്ക്ക് പുറമെ 50 ഗ്രാം കുരുമുളക് പൊടിയും കിറ്റിലുണ്ട്. കൂടാതെ ഓരോ കിലോ വീതം റവയും പഞ്ചസാരയും 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടിയും ഏലക്കായും ഈ പാക്കേജിൽ ഉൾപ്പെടുന്നു. കിറ്റുകൾക്ക് പുറമെ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും വലിയ ഇളവുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 13 ഇനം സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് ഉടമകൾക്ക് തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വെളിച്ചെണ്ണയുടെ വിലയിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലിറ്ററിന് വെറും 269 രൂപ നിരക്കിൽ ഗുണമേന്മയുള്ള വെളിച്ചെണ്ണ ഉപഭോക്താക്കൾക്ക് വാങ്ങാവുന്നതാണ്. മാത്രമല്ല ഉഴുന്ന്, വിവിധയിനം പയർവർഗ്ഗങ്ങൾ, പഞ്ചസാര, മുളക്, മല്ലി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്നതിലൂടെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിൽ വലിയ ആശ്വാസമാണ് സർക്കാർ ഉറപ്പുവരുത്തുന്നത്. ഗുണമേന്മയുള്ള അരി ആവശ്യമുള്ളവർക്ക് സബ്സിഡി നിരക്കിലും അല്ലാത്തപക്ഷം നോൺ സബ്സിഡി നിരക്കിലും വിവിധയിനം അരികൾ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റേഷൻ വിതരണ സംവിധാനത്തിലും ഈ മാസം ശ്രദ്ധേയമായ മാറ്റങ്ങളും അധിക ആനുകൂല്യങ്ങളും നിലവിലുണ്ട്. എല്ലാ വിഭാഗം കാർഡ് ഉടമകൾക്കും ഈ മാസം 1 ലിറ്റർ മണ്ണെണ്ണ അധികമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ആശ്വാസമാണ്. APL നീല കാർഡ് ഉടമകൾക്ക് ഒരാൾക്ക് 2 കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. പ്രത്യേക വീതമായിട്ട് 8 കിലോ വരെ ഭക്ഷ്യധാന്യം ലഭിക്കാനുള്ള സാഹചര്യവും ഈ മാസമുണ്ട്. വെള്ളക്കാർഡ് ഉടമകൾക്ക് 6 കിലോയോളം അരി ലഭിക്കാനുള്ള അർഹതയുണ്ട്. കൂടാതെ APL വിഭാഗക്കാർക്ക് ഒരു പാക്കറ്റിന് വെറും 17 രൂപ നിരക്കിൽ 4 പാക്കറ്റ് ആട്ട വരെ വാങ്ങാനുള്ള സവിശേഷമായിട്ടുള്ള അവസരവും സർക്കാർ പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി ഒരുക്കിയിട്ടുണ്ട്. അന്ത്യോദയ അന്ന യോജന, AY അതുപോലെ തന്നെ BPL പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് നിലവിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും പൂർണ്ണമായിട്ട് സൗജന്യമായി തന്നെ തുടർന്നും ലഭിക്കുന്നതാണ്. ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ കാർഡ് ഉടമയുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ നൽകുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾ നിരസിക്കുകയോ അല്ലെങ്കിൽ കൈപ്പറ്റാതിരിക്കുകയോ ചെയ്യുന്നത് ഭാവിയിൽ നിങ്ങളുടെ റേഷൻ കാർഡിന് മുൻഗണനാ പദവിയെ അത് ബാധിച്ചേക്കാം. അതിനാൽ തന്നെ അർഹമായ വിഹിതം കൃത്യസമയത്ത് കൈപ്പറ്റുന്നുണ്ട് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് റേഷൻ വിഹിതം തുടർച്ചയായിട്ട് 3 മാസമോ അതിലധികമോ കാലയളവിൽ വാങ്ങാതിരുന്നാൽ അത്തരം കാർഡുകളുടെ മുൻഗണനാ പദവി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പൊതുവിഭാഗത്തിലേക്ക് ഇത്തരം കാർഡുകൾ മാറ്റപ്പെടുന്നത് ഭാവിയിൽ ലഭിക്കാവുന്ന വലിയ ആനുകൂല്യങ്ങൾ, സബ്സിഡികളൊക്കെ തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമാകും. അതിനാൽ തന്നെ റംസാൻ മാസത്തിൽ സർക്കാർ നൽകുന്ന ഈ പ്രത്യേക റംസാൻ നിലാവ് സ്പെഷ്യൽ കിറ്റും എല്ലാവരും തന്നെ പരമാവധി പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.